ഉണ്ണിക്കുട്ട, ഇപ്പൊ സമയം എത്രയായി? അറിയില്ല. 3:30 സ്കൂള് വിടാറായപ്പോഴാണോ കയറി വരുന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ബോർഡ് കണ്ടു, സ്കൂൾ അടുത്തുണ്ട്, പതുക്കെ പോവാന്ന്. ഞാൻ പതുക്കെ വരികയായിരുന്നു. എടാ, അത് വണ്ടിക്കാർക്ക് വേണ്ടി എഴുതി വെച്ച ബോർഡാ. കൈ നീട്ടടാ. ഞാൻ നീട്ടൂല. അതെന്താ? അച്ഛനും അമ്മച്ചിയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അന്തസ്സുള്ള കുടുംബാ, ആരുടെ മുമ്പിലും കൈനീട്ടരുതെന്ന്. ഇന്ന് നീ രക്ഷപ്പെട്ടു. എന്നാടാ ബിസ്ക്കറ്റ്. നീ എന്തിനാടാ മനക്കിലെ പട്ടിക്കിട്ട് കല്ലെടുത്തെറിഞ്ഞത്? പട്ടിക്കിട്ട് ഞാൻ കല്ലെടുത്തെറിഞ്ഞില്ല. മനക്കിലെ അമ്മൂമ്മക്കിട്ട് എറിഞ്ഞപ്പോ പട്ടിക്കിട്ട് കൊണ്ടതാ. ആ അമ്മൂമ്മക്കിട്ട് എന്തിനാ നീ കല്ലെടുത്തെറിഞ്ഞത്? ഞാൻ മാവിനിട്ട് എറിഞ്ഞപ്പോ കല്ല് ചെന്ന് വീണ് അവരുടെ കാറിന്റെ ചില്ല് പൊട്ടി. അതിനൊരു വഴക്കു പറഞ്ഞു. അപ്പൊ ഞാൻ എറിഞ്ഞതാ. കാറിന്റെ ചില്ല് മാറിയിടാൻ ഞാനിനി എവിടെ പോയി കാശുണ്ടാക്കും? ഉണ്ണിക്കുട്ട, കുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടരുത്, അത് പറഞ്ഞു പോകും. ഇല്ല, ഞാൻ എന്നും ചെയ്യുന്നതാ. ഇതിന്റെ കിടുകിടാന്നുള്ള ഒച്ച കേൾക്കാൻ നല്ല രസാ. നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷായിട്ട് കിടുക്കരുതെന്ന്. അങ്ങോട്ട് മാറടി. പാവം, നേരം വെളുത്തിട്ട് അവൻ കരയുന്നു കണ്ടില്ലേ? ദേ, അവനോട് കിടക്കിക്കോളാൻ പറ. ഉണ്ണിക്കുട്ടാ, വാടാ. കുട്ടാ, കിടുക്കിക്കോടാ. നിന്റെ കൊതി തീരെ ഇതിട്ട് കിടുക്കിക്കോ. നീ എന്തിനാ കരയുന്നത്? മോനെ, നീ ഇപ്പൊ കിടുക്കിക്കോടാ. നിന്നെ ഞാൻ ഇന്നലെ കിടുക്കിക്കാം. സാറേ, സാറേ, ഉണ്ണിക്കുട്ടന്റെ മുടി വെട്ടണ്ടേ? പിന്നെ വേണം, കാട് പോലെ വളർന്നു. മുടി വെട്ടാനാണെന്ന് പറഞ്ഞ അവൻ ഓടും. അവനെ കസേരയിൽ ഇരുത്താൻ എന്താ ഒരു മാർഗം? അതിനൊരു മാർഗം ഉണ്ടടി. ഇതാടാ, ആ കസേരയിൽ പോയിരുന്ന് കഴിച്ചോ. കരയാതടാ, നിന്റെ കഴുത്തിലല്ലോ വെട്ടുന്നത്. സുഷമ പ്രസവിച്ചു. നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോ. ശരിയാ, ഇവന് ടൗണിൽ നിന്ന് ഐസ്ക്രീമും കളിപ്പാട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. വേഗം ഒരുങ്ങിക്കോ. എന്നാ സുഷമ വന്നത്? ഇന്നലെ വന്നു. ഇന്ന് രാവിലെ പ്രസവിച്ചു. ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? ദിവസോ 6-7 കൊല്ലായി. എന്നിട്ട് എത്ര പ്രസവിച്ചു? ഒന്നും പ്രസവിച്ചില്ല. കഷ്ടം. ഈ ആന്റി ഇന്നലെ വന്നു, ഇന്ന് രാവിലെ പ്രസവിച്ചു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കുട്ടി. അതിനെന്തിനാ കല്യാണം കഴിക്കുന്നത്? ഡോക്ടർമാരോട് പറഞ്ഞാ പോരെ? നിന്നെ ഞാൻ രക്ഷപ്പെട്ടു. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അവനെ കണ്ടോ? അവനെ ഇപ്പൊ തട്ടിക്കൊണ്ടുപോകാൻ എളുപ്പോ. ഐസ്ക്രീമും കളിപ്പാട്ടവും കാണിച്ച് അവനെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോകാം. ഓക്കെ. വൃത്തികെട്ടവനെ. അയ്യേ, വാടാ.
അവരെന്തിനാ കരയുന്നത്? ആശുപത്രി ബില്ല് കണ്ടിട്ടാണോ? അല്ല, അവരുടെ കുട്ടിയെ കാണാതെ പോയെന്നും. ഉണ്ണിക്കുട്ടനെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഉണ്ണിക്കുട്ടനെ രണ്ടുപേര് ഐസ്ക്രീമും കളിപ്പാട്ടവും വാങ്ങിക്കൊടുത്ത് കാറി കയറ്റിക്കൊണ്ടുവന്ന് കണ്ടു. എങ്കിലത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരാ. എന്റെ ഉണ്ണിക്കുട്ട, ഞാനിതെങ്ങനെ സഹിക്കൂടാ. വാ, വീട്ടിൽ പോയിരുന്ന് കരയാ. മോനെ, എന്റെ മോൻ, എന്റെ മോൻ. കരയാതെ ഉണ്ണിക്കുട്ടനെ നമുക്ക് കണ്ടുപിടിക്കാം. ഹലോ, ആരാ? ഹലോ, ഉണ്ണിക്കുട്ടന്റെ അച്ഛനല്ലേ? ഞാൻ കോനായി, ഉണ്ണിക്കുട്ടനെ തട്ടിക്കൊണ്ടുപോയ കോനായി. ഉണ്ണിക്കുട്ടൻ ഞങ്ങളുടെ പക്കലുണ്ട്. 5 ലക്ഷം രൂപ തന്നാൽ കുട്ടിയെ വിട്ടുതരാം. 5 ലക്ഷം പോയിട്ട് 5 പൈസ എന്റെ കയ്യിൽ എടുക്കാനില്ല. ദേ, ഞാൻ അവന്റെ കൈ കൊടുക്കാം. എന്നാടാ, നീട്ടി പിടിച്ച് കരയടാ.